നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോണിൽ ഒരു ഷെയർ കിട്ടുക, നെറ്റ്ഫ്ലിക്സിൽ ഒരു ഷെയർ കിട്ടുക, മൈക്രോസോഫ്റ്റിന്റെ ഷെയർ കിട്ടുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് തിരിയണം. എങ്ങനെയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് തിരിയുക? ഏത് പ്ലാറ്റ്ഫോമാണ് അതിന് ഉപയോഗിക്കാൻ പറ്റുക? ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇല്ലാത്ത പുറം രാജ്യത്തുള്ള കുറേ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോംസിനെയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇത് നമ്മൾ പരിഗണിക്കണം. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ത്യയിൽ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ ജോലി ഇന്ത്യയിലാണ്, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വീടുകൾ ഇന്ത്യയിലാണ്, നമ്മൾ ചെയ്യുന്ന മിക്കവാറും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇന്ത്യയിലകത്ത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്ലോബൽ കമ്പനികളുടെ പ്രോപ്പർട്ടീസും കമ്പനികളുടെ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൂഗിൾ ഇപ്പോൾ കേരളത്തിൽ ഏത് ഗ്രാമത്തിൽ പോയാലും എല്ലാവർക്കും ഒരു ജിമെയിൽ അക്കൗണ്ടെങ്കിലും ഉണ്ടാവും അല്ലേ. നമ്മൾ കാണുന്ന ഗ്രാമങ്ങളിൽ മിക്ക കുട്ടികളുടെ കയ്യിലും ഒരു ഐഫോൺ കാണുന്നതായിട്ട് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ദൃശ്യമായിട്ടും അല്ലെങ്കിൽ സട്ടിലായിട്ടും ഒരുപാട് ഫോറിൻ കമ്പനികളുടെ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവയിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധ്യത കാണുന്നില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന കൺട്രിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളൊരു ഇമ്പോർട്ട് കൂടുതൽ ചെയ്യും, എക്സ്പോർട്ട് കുറവ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ പുറം രാജ്യത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, എന്നാൽ അവയിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ലോകം ഒരു വഴിക്ക് കൂടെ പോകുമ്പോൾ അതിൽ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന പോലെ അതിന് ഒരു AI പോലെ ഒരു സാധനം നടക്കുന്നു. അതിൻ്റെ ഗ്രോത്തിൽ നിന്ന് ഒരു അംശം നമ്മളിലേക്കും കൂടെ എത്താൻ സാധിക്കുന്നത് നമുക്കൊരു നല്ല കാര്യമാണല്ലോ. ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഉദാഹരണമാണ് പറഞ്ഞത്, ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത്. അത് നമ്മുടെ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഒരു അംശം ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ സദ്യയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ് ആയിട്ട് നിൽക്കും. അപ്പോൾ അത് നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 4%. ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ 4% ഇൻ ടേംസ് ഓഫ് വാല്യൂ. അതായത് ഓവറോൾ കമ്പനികൾ, ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഇത്ര കമ്പനികളുണ്ടെങ്കിൽ അതെല്ലാത്തിൻ്റെ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 4%. ബാക്കി 96% ലോകത്തിൻ്റെ വാല്യൂ ഇരിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. അത് US കമ്പനിയാവാം, യൂറോപ്പിലുള്ള കമ്പനിയാവാം, അർജന്റീനയിൽ ഇരിക്കുന്ന ഒരു കമ്പനിയാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു സാധ്യത നമ്മൾ ഒഴിവാക്കുകയാണ് നമ്മൾ ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ചെയ്തില്ലെങ്കിൽ. അതൊരു റിസ്ക് ആണ്. അതുകൊണ്ട് ഇത് വളരെ റെലവെന്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഗ്രോ പോലെ അല്ലെങ്കിൽ സെറോദ പോലെ ഡിമാറ്റ് അക്കൗണ്ടുകൾ പോലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. ഇതിലൂടെയൊക്കെ നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? നിലവിൽ ഇതിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് എന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് തോന്നും. കാരണം നമുക്ക് ഇവിടുന്ന് പൈസ പുറം രാജ്യത്തേക്ക് എത്തിക്കണം, അവിടുത്തെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ഈ ഒരു പ്രോസസ്സിന് മാത്രം ഫോക്കസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ 3-4 ആപ്പുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. IND മണി, വെസ്റ്റഡ് എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ആയിട്ടുള്ള കുറേ ആപ്സ് ഇതിന് വേണ്ടി 100% ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആപ്സ് ഉണ്ട്. അതുവഴി നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇനിയൊരു നെസസിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ആഗ്രഹിക്കുന്നവർക്ക്? ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. അതായത് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകളിൽ ഗോൾഡ് അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഗ്ലോബൽ സ്റ്റോക്സും കൂടെ അതിൻ്റെ ഒരു ഭാഗമാവണം
എന്നത് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻ മണി US കറൻസി ആക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കറൻസി ആക്കണോ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർക്ക് ഇതൊട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് പഠിക്കണം, മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് പഠിക്കണം, ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയാകട്ടെ, ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാകട്ടെ, ഏത് തരത്തിലുള്ള കാറ്റഗറിയിലുള്ളവരാണെങ്കിലും ധൈര്യമായി താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.